കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ആറാമത്തെ വഴി സകലവും നിവർത്തിയായി. പ്രിയ കൂട്ടുകാരെ, നാം വളരെ താല്പര്യത്തോടെ ചെയ്യുന്ന വല്ല ജോലിയോ പ്രവൃത്തിയോ കളിയോ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ആറാമത്തെ വഴിയിൽ ആ സന്തോഷം നമുക്ക് കാണുവാനായിട്ട് കഴിയും. താൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഏതോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് വിജയകരമായി പൂർത്തിയായി എന്ന സകലവും പൂർത്തിയായി എന്ന് പറയുന്ന കർത്താവ് കാൽവരി ക്രൂശിൽ ക്ഷീണിതനാണ്. എന്നാൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തോടെ പറയുകയാണ് ആറാമത്തെ മൊഴി. എന്തായിരിക്കാം കർത്താവ് കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചത്? യേശുവിനെ ഭൂമിയിൽ മനുഷ്യനായി അയക്കുമ്പോൾ പിതാവായ ദൈവം യേശുവിന് നൽകിയ ഒരു ദൗത്യമുണ്ട്. ലോകത്തിലെ സകലവരുടെയും രക്ഷയ്ക്കായി ജീവൻ നൽകി അവരെ വീണ്ടെടുക്കുക. കാൽവരി ക്രൂശിൽ കർത്താവ് തന്റെ രക്തം ചിന്തി ലോകത്തിലെ സകലരെയും വീണ്ടെടുക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു. ഒരുപക്ഷെ ലോകം ചിന്തിച്ചത് 33-ാം വയസ്സിൽ കാൽവരി ക്രൂശിൽ ജീവിതം അവസാനിക്കുമ്പോൾ ജീവിതത്തിലെ ഒരു ലക്ഷ്യവും പൂർത്തീകരിച്ചിട്ടില്ല, നല്ല യൗവനത്തിൽ ജീവിതം അവസാനിക്കുകയെന്നാണ്. കർത്താവ് പറയുകയാണ്, 33.5 വർഷക്കാലമാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ ആ വർഷക്കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ കർത്താവ് പറയുകയാണ്, സകലതും നിവർത്തിയായി. പ്രിയ കൂട്ടുകാരെ, ഈ മൊഴി നമുക്ക് നൽകുന്ന 1-2 ചിന്തകളുണ്ട്. ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ നൽകാൻ ആഗ്രഹിച്ചോ അതെല്ലാം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. പക്ഷേ ഇന്നും നാം ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം കാൽവരി ക്രൂശിൽ എന്റെ ജീവൻ ഞാൻ നൽകി. ഇതിലും വലിയ സമ്മാനം കർത്താവിന് നൽകാനില്ല. രണ്ടാമത്തെ ചിന്ത, കർത്താവ് തന്റെ ദൈവം നൽകിയ ദൗത്യം പൂർത്തീകരിച്ചു. നമുക്ക് ദൈവം നൽകുന്ന ദൗത്യം മാതാപിതാക്കൾ, സമൂഹം, സ്കൂൾ, അധ്യാപകർ ഇവർ നമുക്ക് തരുന്ന ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് അഭിമാനത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 1992 ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ മത്സരിക്കുന്ന എറിക് റൈമണ്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിൽ അവൻ ജയിക്കുമെന്ന പ്രതീക്ഷയോടെ വളരെയധികം പരിശീലിക്കുകയും കഠിനമായ അധ്വാനത്തിൽ കൂടെ വന്ന ഒരാളായിരുന്നു എറിക് റൈമണ്ട്. മുൻപുണ്ടായിരുന്ന മത്സരത്തിലെല്ലാം അദ്ദേഹം വളരെയധികം സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. ഓട്ടത്തിൽ തന്റെ കാലിൽ മസിൽ കയറി അയാൾ ട്രാക്കിൽ വീണ് കരയുകയാണ്. എഴുന്നേൽക്കാൻ പറ്റാതെ കിതച്ച് അയാൾ അവിടെ കിടക്കുകയാണ്. 1-2 സ്ഥാനങ്ങൾ ആരൊക്കെയോ കൊണ്ടുപോയി. എന്നാൽ തനിക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെന്നൊരു ലക്ഷ്യത്തോടെ അയാൾ പതുക്കെ എഴുന്നേറ്റ് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ട്രാക്കിൽ ഓടിക്കയറി തന്റെ മകനെ തോളിൽ താങ്ങി അദ്ദേഹം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുകയാണ്. എറിക് റൈമണ്ടിന് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ പിതാവാണ്. ഈ ആറാമത്തെ വഴി നമുക്ക് നൽകുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്, ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയണം. അതിന്റെ ഇടയിൽ വളരെയധികം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതിലെല്ലാം ദൈവം സഹായിക്കും. ബലഹീനതയുടെ അവസ്ഥയിൽ ദൈവം കരുതും. ഈ ആറാമത്തെ വഴി ദൈവം നൽകിയ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുമാറാകട്ടെ. ആമേൻ.